ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ ഗ്രന്ഥ വായനയിൽ സുവിശേഷത്തിൽ നിന്ന് ഒരു വചനം മാത്രം എടുത്ത് ഒന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 26 തിരുവചനം. ഈശോ പറയുകയാണ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകൻ നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും മറ്റുമൊക്കെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. എഫേസോസ് ലേഖനം 1 അധ്യായം 9 തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തുവിൽ തൻ്റെ അഭിഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുടെ രഹസ്യങ്ങൾ അവർ നമ്മെ അറിയിച്ചുവെന്ന്. അപ്പോൾ പദ്ധതിയുടെ രഹസ്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവീക പദ്ധതിയുടെ രഹസ്യങ്ങൾ, ദൈവീക സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. അതാണ് എന്താണ് രഹസ്യമെന്ന് പറഞ്ഞു തന്നത്. രഹസ്യമെന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവം എനിക്ക് വേണ്ടി മാത്രം പഠിപ്പിക്കാനായിട്ട്, ഞാൻ മാത്രം അറിയാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് രഹസ്യങ്ങളെന്ന് പറയുക. എനിക്ക് എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം നൽകുന്ന ചില ബോധ്യങ്ങൾ, അതാണ് രഹസ്യങ്ങളെന്ന് പറയുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു വിശുദ്ധയാണ് വാഴ്ത്തപ്പെട്ട ക്യാര കർബേല എന്ന് പറയുന്ന വിശുദ്ധ. 2012 മരിച്ച ഒരു വിശുദ്ധയാണ്. അവൾ സാധാരണ ഒരു പെൺകുട്ടി, പള്ളിയിൽ പോകുന്നു, കുർബാന സ്വീകരിക്കുന്നു, കുമ്പസാരിക്കുന്നു, സാധാരണ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. വിവാഹം കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ശേഷം 2 കുഞ്ഞുങ്ങൾ ഇവർക്കുണ്ടാകുകയാണ്. പക്ഷേ ഈ 2 കുഞ്ഞുങ്ങളും മരിച്ചു പോവുകയാണ്. അങ്ങനെ 2 കുഞ്ഞുങ്ങളും മരിച്ചുപോയി. 3ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ ഈ വിശുദ്ധ ക്യാരയ്ക്ക് ആ കുഞ്ഞ് ക്യാൻസർ ബാധ അല്ലെങ്കിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുകയാണ്. ആദ്യം നാവിലൊരു തടിപ്പായിട്ട് വന്നു, പിന്നെ അത് ശരീരത്തിലേക്ക് പടരാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ കുഞ്ഞ് വയറ്റിലുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല, നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേഗം തുടങ്ങണം, നമുക്ക് റേഡിയേഷൻ തുടങ്ങണം. ഒരു പക്ഷേ കുഞ്ഞിന് അബ്നോർമാലിറ്റി സംഭവിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. അപ്പോൾ ഈ ക്യാര പുണ്യവതി ദൈവത്തോട് പ്രാർത്ഥിക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്, കുഞ്ഞിന് ജീവൻ പ്രധാനപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ ഈ ക്യാര പുണ്യവതിയും അവളുടെ ഭർത്താവ് ഫെഡറിക്കോയും ഇവിടെ തീരുമാനിക്കുകയാണ്, നമുക്ക് കുഞ്ഞ് ജനിക്കുന്നിടം വരെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മാറ്റിവെക്കാം. അങ്ങനെ അവരും അവളെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അവളോട് പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ അവർ ആ തീരുമാനത്തിലെത്തി. 10 മാസം അവർ ഒരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചത്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചപ്പോൾ അത് താമസിച്ചു പോയിരുന്നു. അവൾ 2012 കുഞ്ഞ് ജനിച്ച് അല്പനാളുകൾ കഴിഞ്ഞ് ഇവൾ മരണമടയുകയാണ്. അങ്ങനെ അവൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുന്നു. പക്ഷേ സ്വർഗം അവളെ വലിയ വിശുദ്ധിയായിട്ട് ഉയർത്തുകയാണ്. 2012 അവൾ മരണമടഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ അവൾ വാഴ്ത്തപ്പെട്ടവളാകുകയാണ്. ഉടനെ തന്നെ അവൾ വിശുദ്ധയാകും. പ്രത്യേകിച്ച് ഡെലിവറൻസിൻ്റെ ഒക്കെ മേഖലയിൽ വലിയ അത്ഭുതങ്ങൾ, വലിയ സാന്നിധ്യമായിട്ട് ഈ ഒരു വിശുദ്ധ മാറുകയാണ്. അപ്പോൾ ഈ ഒരു തീരുമാനമെടുക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സഹായിച്ചു. അതാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ചില രഹസ്യങ്ങൾ ദൈവം നമുക്കായിട്ട് സ്നേഹത്തോടെ ഒരുക്കിയ ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കും, പഠിപ്പിക്കും. അതാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ദൈവീക രഹസ്യങ്ങൾ, സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. പൗലോസ്ലീഹ പറയുകയാണ്, എങ്ങനെയാണ് എനിക്ക് ദൈവിക രഹസ്യങ്ങൾ കിട്ടുക? എഫേസോസ് ലേഖനം 3:1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്ക് വെളിപാട് വഴിയായിട്ടാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയത്. വെളിപാട് വഴിയാണ്. അപ്പോൾ പൗലോസ്ലീഹായ്ക്ക് ഇത് വെളിപ്പെട്ട് കിട്ടിയത് വെളിപാട് വഴിയായിട്ടാണ്. ദൈവം അങ്ങനെയാണ് അത് പൗലോസ്ലീഹായി ക്രമീകരിച്ചത്.
നമുക്കൊരു പക്ഷേ അത്രയും വിശുദ്ധിയോ അത്രയും പരിശുദ്ധാത്മാവിനോട് സ്നേഹമോ കാണുകയില്ലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുക? അതിന് ഏറ്റവും എളുപ്പ മാർഗ്ഗങ്ങൾ ഈശോ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമാണ്. ഒരു ദൈവിക രഹസ്യമാണ് ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ളത്. ഉത്ഥാനം ചെയ്തു എന്നുള്ളത് തൻ്റെ പ്രിയപ്പെട്ട കുറച്ചു പേർക്ക് ഈശോയ്ക്ക് അവരെ പഠിപ്പിക്കണം. എങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത്? എന്താണ് അതിനൊരു പോംവഴി ഈശോ കണ്ടത്? അപ്പം അത് തന്നെയാണ് നമുക്കും ഈശോ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന വഴികൾ ഇവയാണ്. ഒന്നാമതായിട്ട് മഗ്ദലേന മറിയമാണ്. മഗ്ദലേന മറിയത്തെ ഈശോയ്ക്ക് പഠിപ്പിക്കണമായിരുന്നു, പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കണമായിരുന്നു ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന്. അവൾ ഞായറാഴ്ച സുവിശേഷം 20-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. ഞായറാഴ്ച ഇങ്ങനെ കല്ലറയിൽ പോയി പോവുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഈശോ അവിടെ ഇല്ല. എന്ത് സംഭവിച്ചു എന്നറിയില്ല. അവൾക്കൊരു തോട്ടക്കാരനെ കാണുകയാണ്. തോട്ടക്കാരൻ്റെ അവൾ ചോദിക്കുകയാണ്, എൻ്റെ ദൈവത്തെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എനിക്ക് തിരിച്ചു തരിക. അപ്പോൾ അവൾക്ക് ഈശോ മറിയം എന്ന് വിളിക്കുകയാണ്. മറിയം. അത് വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി അത് ഈശോ ആണ്, ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന്. അപ്പോൾ ഈശോ ആ രഹസ്യം, താൻ ഉയർത്തെഴുന്നേറ്റു എന്ന രഹസ്യം അവളെ പഠിപ്പിക്കുന്നത് മറിയം എന്ന് വിളിച്ചുകൊണ്ടാണ്, ദൈവവചനത്തിലൂടെയാണ്. അപ്പോൾ സ്വർഗ്ഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് ലഭിക്കുക ഒന്നാമത് വചനത്തിലൂടെയാണ്. വചനം വായിക്കുമ്പോൾ ഒരുപാട് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഇതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. അവൾ ജീവിക്കുമ്പോൾ അവളുടെ ദൈവവിളി എന്താണ് എന്ന് അവൾ തിരിച്ചറിഞ്ഞത് കൊരിന്തോസ്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ചുള്ള പരിശുദ്ധ ബൈബിളിലുള്ള ആ ഒരു വാക്യങ്ങൾ വായിക്കുമ്പോഴാണ്. അവൾ തിരിച്ചറിയുകയാണ് എൻ്റെ വിളി സ്നേഹിക്കാനാണ്. ഈശോയെ അങ്ങ് സ്നേഹിച്ച് മുഴുവനായിട്ട് സ്നേഹിക്കുക. അപ്പം അങ്ങനെ ആ ഒരു വിളി, ആ സുവിശേഷ രഹസ്യം അവൾക്ക് വെളിപ്പെട്ട് കിട്ടിയത് ആ ബൈബിൾ ഭാഗം വായിക്കുമ്പോഴാണ്. അപ്പം അതുപോലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, അദ്ദേഹത്തെ ഒരു സോൾജറായിരുന്നു. ഒരു യുദ്ധത്തിൽ ഇനിയാഗോ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് കാലിലൊരു മുറിവ് പറ്റി. അദ്ദേഹം ഇങ്ങനെ റെസ്റ്റിലിരിക്കുമ്പോൾ, അദ്ദേഹം വിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മത്തായി സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുകയാണ്. അദ്ദേഹം അത് ആർത്തിയോടെ വായിക്കുകയാണ്. അദ്ദേഹം ആ ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ വലിയ വിശുദ്ധനാകണം, ദൈവത്തോട് കൂടുതൽ അടുക്കണം, ദൈവത്തിൻ്റെ സ്നേഹം നിറയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. അദ്ദേഹം ഇങ്ങനെ അതിനുശേഷം യാത്രയാവുകയാണ്. റോമിലേക്കെല്ലാം യാത്രയായി അദ്ദേഹം വലിയൊരു വിശുദ്ധനായി മാറുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴാണ്. 119-ാം സങ്കീർത്തനം 130-ാം തിരുവചനം, അങ്ങയുടെ വചനം ചുരുൾ നിവർത്തുമ്പോൾ അത് പ്രകാശം പരത്തുന്നു. നമുക്ക് പ്രകാശം പരത്തും നമ്മുടെ മുമ്പിൽ. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴിയാണ് പോകേണ്ടതെന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ രഹസ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ്. രണ്ടാമത്തേത് പരിശുദ്ധ കുർബാനയിലാണ്. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അവർക്ക് ഈശോയ്ക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന്. അത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് ഈശോ അപ്പം മുറിച്ചപ്പോഴാണ്. അപ്പം മുറിച്ചപ്പോൾ അവർക്ക് ആ രഹസ്യം വെളിപ്പെട്ട് കിട്ടുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് ഈശോ ഉയർത്തെഴുന്നേറ്റു. പരിശുദ്ധ കുർബാനയിലാണ് നമുക്ക്, വിശുദ്ധ കൂദാശകളിലാണ് നമുക്ക് ഈ ഒരു ദൈവീക രഹസ്യങ്ങൾ, സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുക. അപ്പോൾ വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലുമൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുമ്പോൾ ദൈവീക രഹസ്യങ്ങൾ, വിശുദ്ധാത്മാവിൻ്റെ രഹസ്യങ്ങൾ, സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. വിശുദ്ധ നോർബർട്ട് എങ്ങനെയാണ്? നോർബർട്ട് ഒരു സാധാരണ വൈദികനായിരുന്നു. പക്ഷേ ഒരു ദിവസം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വലിയൊരു ആത്മീയ അനുഭൂതിയിൽ ദൈവത്തിൻ്റെ വലിയ ആത്മാവിൻ്റെ വലിയ പ്രവർത്തനം അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അദ്ദേഹം അങ്ങനെ ആ പരിശുദ്ധ കുർബാനയിൽ വലിയ ഒരു കൃപ അനുഭവിക്കുകയാണ്. അങ്ങനെ ആ പരിശുദ്ധ കുർബാനയിൽ സ്നേഹത്തോടെ പങ്കെടുത്ത് പരിശുദ്ധ കുർബാനയുടെ വലിയൊരു വിശുദ്ധനായി മാറി. അങ്ങനെ ഒരുപാട് പേരെ വിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിക്കാനും അങ്ങനെ സ്വർഗത്തിൻ്റെ വലിയ മാധ്യസ്ഥനായിട്ട് മാറി. ഇപ്പോൾ പരിശുദ്ധ കുർബാനയിലാണ് വിശുദ്ധ നോർബർട്ടിന് ഈ ഒരു ദൈവിക രഹസ്യങ്ങൾ, സുവിശേഷ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയത്. ഇപ്പോൾ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മൾ കൂദാശകളിൽ സ്നേഹത്തോടെ പങ്കെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ 7 ശിഷ്യന്മാർ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. അവർക്ക് ക്രിസ്തുവിൻ്റെ ആ എഴുന്നേറ്റ് അത് വെളിപ്പെട്ട് കിട്ടിയില്ല. എപ്പോഴാണ് അവർക്ക് ആ രഹസ്യം ഈശോ വെളിപ്പെടുത്തി കൊടുക്കുക? 153 മത്സ്യങ്ങൾ
ഉള്ള ആ വല കണ്ടപ്പോഴാണ്. അത് സഭയുടെ പ്രതീകമാണ്. 156 മത്സ്യങ്ങളാണ് ആ ഗലീലി തടാകത്തിലുണ്ടായിരുന്നതെന്നാണ്. അത്രയും തരത്തിലുള്ള മത്സ്യങ്ങളാണ് ഉണ്ടായിരുന്നെന്നുള്ളതാണ് അവർക്ക് അവർ അന്ന് വിശ്വസിച്ചിരുന്നത്. അപ്പം എല്ലാം ഉൾക്കൊള്ളുന്ന സഭ. അതാണ്. ആ സഭ കണ്ടപ്പോഴാണ്, സഭയോട് അത് കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്ന്. അപ്പം സഭയോട് ചേർന്ന് നിൽക്കുക. സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈശോയുടെ ദൈവിക രഹസ്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരിക. മോസസ് ദ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. അദ്ദേഹം ഒരു കള്ളനായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ഒരു മോഷ്ടിക്കാൻ കയറി, അദ്ദേഹത്തെ അദ്ദേഹം ഓടി ഒരു ആശ്രമത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് പ്രാർത്ഥനകളൊക്കെ കേൾക്കുന്നത്, അവിടുത്തെ വൈകുന്നേരത്തെ നമസ്കാരങ്ങളൊക്കെ കേൾക്കുക. അദ്ദേഹം ഇങ്ങനെ ഒളിച്ചിരുന്നതെല്ലാം പങ്കെടുക്കുകയാണ്. അദ്ദേഹത്തിന് വലിയൊരു ആത്മീയ അനുഭൂതി ഉണ്ടാവുകയാണ്. അദ്ദേഹം ഇങ്ങനെ ദൈവസ്നേഹത്താൽ നിറയുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ആ ആശ്രമത്തിൽ ചേരുകയാണ്. ചേർന്ന് അദ്ദേഹം വലിയൊരു വിശുദ്ധൻ, 4-ാം നൂറ്റാണ്ടിലെ വലിയ വിശുദ്ധനായി മാറുകയാണ് മോസസ് ദ ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, സഭയുടെ പ്രാർത്ഥനകളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. അപ്പം സ്നേഹമുള്ളവരെ, നമ്മൾ അവസാനിപ്പിക്കാൻ ഒരേ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. എന്താണ് പഠിപ്പിക്കുക? ദൈവിക രഹസ്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ രഹസ്യങ്ങൾ, സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കും. പൗലോസ്ലീഹായ്ക്ക് കിട്ടിയത് അത് വെളിപ്പാടിലൂടെയാണ്. നമ്മൾ അത്രയും ഉയർന്നവരായിരിക്കണമെന്നില്ല. അപ്പം നമുക്ക് കിട്ടുന്ന എളുപ്പമാർഗം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഒന്ന്, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അതുപോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ കുദാശകളിൽ പങ്കെടുക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. അതുപോലെ 3, സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, സഭയുടെ പ്രാർത്ഥനകളോട്, സഭയെ സ്നേഹിക്കുമ്പോൾ, സഭയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോഴെല്ലാം ഈ ദൈവിക രഹസ്യങ്ങൾ, സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അധ്യാപകനായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. ഏശയ്യാ 40:30 പറയുന്ന പോലെ, നീ ഇടത്തോട്ടോ വടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതിന് പിറകിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.